ഹായ് ഹലോ, എല്ലാവരുടെയും ആഗ്രഹമാണ് മാർക്കുകളൊന്നുമില്ലാത്ത ഒരു ക്ലിയർ സ്കിന്ന്, പാടുകളൊന്നുമില്ലാത്ത ഒരു ക്ലിയർ സ്കിന്ന്. എസ്പെഷ്യലി നമുക്കൊരു 50 ഇയേഴ്സൊക്കെ മേളിലാവുമ്പോഴേക്കും ആൻറ്റി ഏജിങ്ങിൽ നമുക്ക് സാധാരണമായി തന്നെ കളർ കുറയും. ചിലർക്ക് ബോഡിക്ക് നല്ല കളർ കാണും, ചിലർക്ക് ഫേസിൽ അത്ര കളർ കാണില്ല. എന്ത് തന്നെ ചെയ്താലും ഫേസിൻ്റെ കളർ പെട്ടെന്ന് ഡള്ളാകുന്നു. ഇതൊക്കെ നമ്മളുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടേ? കോൺസ്റ്റൻ്റ് ആയിട്ട് പങ്ക്ച്വലായിട്ട് ഒരു സ്കിൻ കെയർ ആണ് നമുക്ക് ആവശ്യം. നമ്മൾ കുറച്ച് നാൾ ചെയ്തു, 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, അങ്ങനെ മാറ്റാതെ കറക്റ്റായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും തന്നെ കിട്ടിയ ഒരു ഫ്രൂട്ട് വെച്ചിട്ട്, ഒരു ജാമുൻ വെച്ചിട്ടുള്ള ഒരു ഫേസ് ബ്രൈറ്റനിങ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് ഞാവൽപ്പഴം നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം. നന്നായിട്ട് തന്നെ കഴുകണം. പറ്റുമെങ്കിൽ ഒരു പിഞ്ച് ഓഫ് സാൾട്ട്, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയാൽ കൊള്ളാം. കഴുകിക്കഴിഞ്ഞ് അതിനെ നല്ല ഉണങ്ങിയ തുണിയിലൊന്ന് തുടച്ചെടുക്കുക. ഞാവൽപ്പഴം, ജാമുൻ അല്ലെങ്കിൽ ബ്ലാക്ക് പ്ലം എന്നൊക്കെ അറിയുന്ന ഈ പഴം സീസണൽ ഫ്രൂട്ടാണ്. ഒരു സീസണിൽ മാത്രമേ നമുക്കിത് അവൈലബിൾ ആയിട്ടിരിക്കത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്തണം. തുടച്ച ഞാവൽപ്പഴം വീണ്ടും ഫാനിനടിയിലിട്ട് ഒന്നും കൂടെ ഈറം മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ചുറ്റിനുമുള്ള ആ ഫ്ലഷാണ് വേണ്ടത്. അത് വളരെ ശ്രദ്ധാപൂർവം കട്ട് ചെയ്തെടുക്കുക. ഇത് വളരെ ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന നീരിനെ മാറ്റാനും, ചിലർക്കൊക്കെ മുഖം വീങ്ങിയിരിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിനെയൊക്കെ മാറ്റാനും, നമ്മളുടെ മുഖത്ത് പ്രായത്തിൻ്റെ ഇതിനകത്തുണ്ടാകുന്ന ചുളിവുകളെ മാറ്റാനും, ചെറിയ ചെറിയ ലൈൻസ് വീഴുന്നതിനെ തടയാനും, മാർക്കുകളില്ലേ, ഡാർക്ക് സ്പോട്ടുകളൊക്കെ, കറുത്ത പുള്ളികളൊക്കെ മാറ്റാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. സ്കിന്നിനെ നന്നായിട്ട് വൈറ്റാക്കി, കളറാക്കി, ബ്രൈറ്റാക്കി തരാനും, സ്കിന്നിൻ്റെ അതായത് മുഖത്തിൻ്റെ എല്ലായിടത്തും ഒരേപോലത്തെ സ്കിൻ ടോൺ തരാൻ, ഈവൻ സ്കിൻ ടോൺ തരാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാവൽപ്പഴത്തിനെ നമുക്കൊരു സ്റ്റെറിലൈസ്ഡ് ബോട്ടിലോട്ടാക്കാം. ഇത് ഗ്ലാസ് ബോട്ടിലാണ്. അതിനകത്തോട്ടാക്കിയിട്ട് നമുക്കതിൻ്റെ മേളിൽ വരുന്നിടം വരെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം. ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക. ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഒഴിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിക്കാം, ഇല്ലെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുക. ഫ്രൂട്ടിൻ്റെ മുകളിൽ വരുന്നിടം വരെ വെള്ളം ഒഴിക്കണം. നികത്ത വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങളൊന്ന് കുത്തി അതിനെ ഒന്ന് സെറ്റാക്കി വെക്കണം, എല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നത് പോലെ. നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒരു 25 മിനിറ്റ്സ് ബോയിൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ റൈസ് കുക്കറിനകത്തൊരു സേഫ്റ്റി പർപ്പസിൽ അതിൻ്റെ അകത്ത് വെച്ചാണ് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത്. ബോയിൽ ചെയ്ത് കഴിഞ്ഞ് ചെറിയ ചൂടോട് തന്നെ അതിനകത്തുനിന്ന് നമ്മൾ എടുത്തിട്ട് ബോട്ടിൽ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല ക്രീമായിട്ടുള്ള ഒരു പരുവത്തിലുണ്ടായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിനും സാന്താൻ ഗമ്മും കൂടെ മിക്സ് ചെയ്തിടണം. സാന്താൻ ഗമ്മും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ ക്രീമിനൊരു ക്രീമി ടെക്സ്ചർ തരാനുമാണ് സാന്താൻ ഗം ഉപയോഗിക്കുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ക്രീമിലേക്ക് ചേർക്കണം. സാന്താൻ ഗമ്മിൻ്റെയും ഗ്ലിസറിൻ്റെയും മിക്സ് നമുക്കതിലോട്ട് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയും നിങ്ങൾക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് വരും. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് യോജിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മളുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് രാവിലെയോ വൈകുന്നേരമോ എപ്പം വേണമെങ്കിലും നിങ്ങളുടെ ഫേസിൽ ഒരു 25 മിനിറ്റ്സ് ഇട്ട് വാം വാട്ടറിൽ കഴുകി പിന്നെ കോൾഡ് വാട്ടറിൽ കഴുകുക. നമുക്ക് നമ്മുടെ ക്രീമിനെ ഒരു സ്റ്റെറിലൈസ്ഡ് ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം. അല്ല, ആ ജാറിൽ തന്നെ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ല എയർ ടൈറ്റ് മൂടി എടുക്കുക. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം എന്ത് ഫേസ് പാക്കും ക്രീമുകളും ഇടാമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ കാര്യം മറക്കരുത്. ക്രീം ഇട്ട് കഴിഞ്ഞും പറ്റുമെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകി വീണ്ടും സാധാരണ വെള്ളത്തിൽ കഴുകുക. അതോടുകൂടി മോയ്സ്ചറൈസർ ഇടാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ക്രീമില്ലേ, അത് 1 മന്ത് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ
കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നറിയാനായിട്ട്. എന്ത് തന്നെ ഈ ക്രീം എന്നല്ല, എന്ത് സ്കിൻ കെയർ ആണെങ്കിലും ഓൾമോസ്റ്റ് 14 ഡേയ്സിൽ, 7 ഡേയ്സിൽ, 30 ഡേയ്സിലൊക്കെയാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. സോ 1 ഡേയിൽ നമുക്കൊരു ചെറിയ റിസൾട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ടാൻ മാറുന്നത് കൊണ്ടാണ്. അങ്ങനെ 2nd ഡേ, 3rd ഡേ, 7th ഡേ, 30th ഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ സ്കിൻ കെയറിനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ആങ്സൈറ്റി ഒക്കെയാണ്. നിറയെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ട് വന്നിട്ട് അന്നേരം തന്നെ വീഡിയോ എടുക്കുമല്ലേ എന്ന്. ആരോ എന്നോട് ചോദിച്ചു, പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് വന്നിരുന്ന് വീഡിയോ എടുക്കുന്നതല്ലേ, അല്ലാതെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിട്ടല്ലല്ലോ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അതിനെ എനിക്കൊരു അപ്രീസിയേഷനായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ പാർലറിൽ പോയി ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഫേഷ്യൽ ചെയ്തിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര കോസ്റ്റ്ലിയാണ് ഒരു ഫേഷ്യൽ എന്നുള്ളത്. ഏകദേശം 5000 റുപ്പീസിന് മേളിലാകും GST എല്ലാം കൂടെ ചേർത്ത്. അത്രയും ചിലവാക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. സോ എൻ്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. അവരുടെ സ്കിന്നിന് നല്ല ഐശ്വര്യവും നല്ല ഭംഗിയുള്ള സ്കിന്നായിരിക്കും. നമുക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. നമ്മുടെ സ്കിൻ ഡള്ളാകുമ്പോഴായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ എന്നാൽ ചെയ്യണം, അല്ലെ ആരെങ്കിലും നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഒന്ന് സ്കിൻ കെയർ ചെയ്യണം. നമ്മുടെ വീട്ടിൽ നിന്നുമാകാം, ഫ്രണ്ട് സർക്കിളിൽ നിന്നുമാകാം, പുറത്തു നിന്നുമാകാം. പക്ഷെ അങ്ങനല്ല, നമ്മൾക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നമ്മളൊന്ന് ഈവനിങ് വാക്കിംഗ് ഒക്കെ പോയി കുറച്ച് സോങ്സ് ഒക്കെ കേട്ട് വാക്കിംഗ് ഒക്കെ പോയി ഒരു റെഗുലർ റൊട്ടീൻ നമ്മുടെ ലൈഫിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആകും എന്നറിയോ. നമുക്കത് ആ ചേഞ്ച് നമുക്ക് ആസ്വദിച്ചറിയാൻ പറ്റും. സ്കിൻ കെയർ ചെയ്ത് നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മുടെ സൈനസിൻ്റെ അനുസരിച്ച് 10-20 മിനിറ്റ് നമ്മൾ ഒരു സൈലൻ്റ് ആയിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസും നമ്മളുടെ ടീനേജ് മെമ്മറീസും നമ്മുടെ ബ്യൂട്ടിഫുൾ ഡേയ്സിൻ്റെ മെമ്മറീസും ഒക്കെ ഇങ്ങനെ പോയി വരും അല്ലേ. നമുക്കപ്പോൾ ആ സ്ഥലങ്ങളും ഒരു പ്രത്യേക മണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഓർമ്മകൾ വരത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പഴയ ബ്യൂട്ടിഫുൾ ഡേയ്സ്, ടീനേജിലുള്ള ബ്യൂട്ടിഫുൾ ഡേയ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ആഫ്റ്റർ 50 എന്ന് പറയുന്ന ഒരു വലിയ ഏജ് ഒന്നും അല്ല. അത് നമ്മൾ ടീനേജിലായിരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് 50 വയസ്സൊക്കെ വലിയ വയസ്സാണ്. അങ്ങനെ അല്ല, 50 വയസ്സാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതൊന്നും ഒരു ഏജ് അല്ലായിരുന്നു എന്നുള്ള കാര്യം. സോ 2nd ടീനേജാണ് ആഫ്റ്റർ 50 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ടീനേജിൽ നമ്മൾ എങ്ങനെയാണോ സ്കിൻ കെയർ ചെയ്തിരുന്നത് അതേ ഇമ്പോർട്ടൻസോടെ ഇപ്പോഴും സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളതാണ്. സോ എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിലുണ്ടോ, ഈ ഭൂമി എത്ര സുന്ദരമാണോ അതുപോലെ തന്നെ നമ്മളും സൗന്ദര്യമുള്ളവരായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടണം എന്നാഗ്രഹിക്കരുത്. പിന്നെ ഞാൻ വീഡിയോയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സ്കിൻ കെയറിന് മുന്നേ ഫേസ് വാഷ് ചെയ്യാൻ മറക്കരുത്. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയൊക്കെ അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നിറയെ പിമ്പിൾസ് വരും, ഫേസിലൊക്കെ നിറയെ മാറ്റങ്ങൾ വരും. നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. സോ എൻ്റെ ആഗ്രഹം എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെ അതിലടങ്ങിയിട്ടുള്ള വസ്തുക്കൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ചില എസെൻഷ്യൽ ഓയിൽസൊക്കെ അത് വേണം നമുക്ക്. ആഫ്റ്റർ 50 ആ എസെൻഷ്യൽ ഓയിൽസ് വേണം. ആഫ്റ്റർ 25 തന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എസെൻഷ്യൽ ഓയിൽസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ആ ഒരു മിനറൽസ്, വിറ്റമിൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയി കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു കണ്ടൻറ്റോടെ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.